ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിയുകയാണ് പതിവ്. എന്നാൽ അത്തരം വസ്തുക്കൾ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനാകും. ഇന്ന് അത്തരത്തിൽ വളകൾ എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പർ, കളർ പേപ്പർ, നൂല്, പഴയ വളകൾ, പശ, ഡെക്കറേഷന് വേണ്ട സാധനങ്ങൾ എന്നിവയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഉപയോഗിക്കാത്ത പഴയ വളകൾ പെൺകുട്ടികളുള്ള മിക്ക വീട്ടിലും തന്നെ കാണാറുണ്ട്. അത്തരത്തിൽ കുറച്ച് വളകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ 8 എണ്ണം അടങ്ങിയ 2 സെറ്റ് വളകളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നായും എടുത്ത് ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ പശ വെച്ച് ഒട്ടിക്കണം. ഒരു സെറ്റിൽ 8 എണ്ണം വരുന്ന രീതിയിലാണ് ഒട്ടിക്കേണ്ടത്. ഇവിടെ ഇതുപോലെ പശ തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സെറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് 2 സെറ്റും ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് മുഴുവൻ നൂല് ചുറ്റിയെടുക്കണം. 2ലും നീല നിറത്തിലുള്ള നൂല് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടാൽ ഒരു വളയാണെന്ന് തോന്നുകയില്ല അല്ലേ? അടുത്തതായിട്ട് ഇതിന്റെ അടിയിൽ ഒട്ടിക്കാനായിട്ട് ഒരു പേപ്പർ വേണം. അതിനായിട്ട് കളർ പേപ്പറിന് മുകളിൽ നൂല് ചുറ്റിയ വള വെച്ച് അതിന്റെ വലുപ്പത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ടത് വെട്ടിയെടുക്കാം. ഇവിടെ 2 സെറ്റിനായിട്ട് 2 റൗണ്ട് പേപ്പറുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വളകളുടെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായി ഒരു സൈഡിൽ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പാത്രം പോലെ ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. അത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇവിടെ കുറച്ച് വലുതായിട്ട് ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളകൾ കൊണ്ടുള്ള 2 ബൗളുകളും ഇങ്ങനെ വെച്ച് അളവ് നോക്കിയ ശേഷം 2 ചെറിയ സ്റ്റിക്കുകളായിട്ട് ഇത് മുറിച്ചെടുക്കണം. ഇവിടെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ചെറിയ ഭാഗങ്ങളാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. 2 തുല്യ അളവിലുള്ളതുമാണ്. ഈ ഒരു സ്റ്റിക്കില് നമുക്ക് ഏതെങ്കിലും നിറത്തിലുള്ള നൂല് കൊണ്ട് വീണ്ടും ചുറ്റി കൊടുക്കാം. ഇവിടെ ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ തയ്യാറാക്കി വെച്ച ബൗളിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള തെർമോക്കോളും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? ചെറിയ മോതിരവും കമ്മലും ഒക്കെ ഇതിലിട്ട് സൂക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീ വേണമെങ്കിലും ഇട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങളും തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിൾ ആണ്. വേസ്റ്റായി എന്ന് കരുതുന്ന പല സാധനങ്ങളും നമുക്ക് ഇങ്ങനെ റീസൈക്കിൾ ചെയ്തെടുക്കാനാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.